അതിരപ്പള്ളി കാലടി പ്ലാന്റേഷനിൽ കാട്ടാന ഇറങ്ങി വെറ്റിലപ്പാറ പാലത്തിന് സമീപമുള്ള ചായക്കട കാട്ടാന തകർത്തെറിഞ്ഞു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. അതിൻ്റെ ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ ജനവാസ മേഖലകളിലൊക്കെ തന്നെ കാട്ടുമൃഗങ്ങളുടെ അക്രമം കൂടുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഈ വെറ്റിലപ്പാറയിൽ ഉണ്ടായിരിക്കുന്നത്. സൂരജ് സജി തത്സമയം ചേരുകയാണ്. സൂരജ്, ഗുഡ് മോർണിംഗ്. പറയൂ സൂരജ്. എസ്കേൻ, 1 മാസത്തിലധികമായി അതിരപ്പള്ളിയുടെ വിവിധ മേഖലകളിൽ കാട്ടാനാക്രമണം രൂക്ഷമായി തുടരുകയാണ്. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി വെറ്റിലപ്പാറ പാലത്തിന് സമീപം ഈ കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത്. പാലത്തിന് സമീപം ചായക്കടകളാണ് ഈ കാട്ടാന തകർത്തത്. അവിടെ ഉണ്ടായിരുന്ന ജിജോ എന്ന് പറയുന്ന ആളുടെ ചായക്കട പൂർണ്ണമായും കാട്ടാന തകർത്തു. സമീപത്തുണ്ടായിരുന്ന ജോസഫിൻ്റെയും ദാസൻ്റെയും ചായക്കടകളും ഭാഗികമായി ഈ കാട്ടാന തകർത്തു എന്നുള്ളതാണ് പറയുന്നത്. ഈ വലിയ രീതിയിൽ ഈ കാട്ടാന കട പൊളിക്കുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ പ്ലാന്റേഷനിലെ തൊഴിലാളികളാണ് ഈ കാട്ടാന കട തകർക്കുന്നത് കണ്ടത്. പിന്നീട് അവിടെ നിന്ന് കാട്ടാന ഈ പ്ലാന്റേഷൻ മേഖലയിലേക്ക് നടന്നു. ഈ കാലടി പ്ലാന്റേഷനിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിലെ ചെക്ക് പോസ്റ്റിൻ്റെ ബാർ ഉൾപ്പെടെ ഈ കാട്ടാന ചവിട്ടി തകർക്കുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പിന്നീട് ഈ പ്ലാന്റേഷനിലേക്ക് കാട്ടാന നീങ്ങി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ചായക്കട പൂർണ്ണമായും തകർത്തു. ജനവാസ മേഖലയിൽ തുടർച്ചയായി കാട്ടാന ഇറങ്ങുന്ന അതിരപ്പള്ളിക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് സ്കെയിൻ നിലനിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു സൂരജ് സജി. അതിരപ്പള്ളി മേഖലയിലൂടെ രാത്രികാല യാത്രയൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു എന്ന് അവിടെ വഴി യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നു.